സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ മൊഡ്യൂൾ 1 ആണ്. സോ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടാണ്. സോ എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് അൽഗോറിതംസോ എന്തെങ്കിലും ടൂൾസിനെ മാനുഫാക്ചർ ചെയ്യാനായിട്ട്, മാനുഫാക്ചർ ആസ് ഇൻ ഒരു സോഫ്റ്റ്വെയർ ബേസിസിൽ അതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ ടൂൾസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? അതായത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഴ്സിന് ഇപ്പോൾ ഉള്ള ഒരു കാലിബർ യൂസ് ചെയ്ത് ഓരോ അൽഗോറിതംസ് ഡിഫൈൻ ചെയ്യും, ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ ടൂൾസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബയോളജിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ മാക്രോ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മെനി ബയോളജിക്കൽ മാക്രോ മോളിക്യൂൾസ്. അത് DNA ആയിരിക്കാം, RNA ആയിരിക്കാം, പ്രോട്ടീൻസ് ആയിരിക്കാം, എൻസൈംസ് ആയിരിക്കാം. അങ്ങനെ പല പല മോളിക്യൂൾസിനെ മനസ്സിലാക്കുക, അവരുടെ ഫങ്ഷണാലിറ്റീസൊക്കെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ബയോളജിക്കൽ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ സയൻസിനെയും ബയോളജിക്കൽ സയൻസിനെയും ലിങ്ക് ചെയ്യുന്നൊരു സംഭവമാണ് ബയോ ഇൻഫർമാറ്റിക്സ്. നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു കമ്പ്യൂട്ടറിന് ഇപ്പം അത് സ്റ്റോറേജ് ആയിക്കോട്ടെ, റിട്രീവൽ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ, ഇതെല്ലാം റിലേറ്റ് ചെയ്ത് നമ്മൾ റിസർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത്? ബയോളജിക്കൽ മാക്രോ മോളിക്യൂൾസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് ടെക്നോളജിയും ബയോളജിയും തമ്മിലുള്ള ഒരു ലിങ്കാണ് എന്ത്? ബയോ ഇൻഫർമാറ്റിക്സ്. യൂഷ്വലി ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. അപ്പം ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന സംഭവമാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺസെപ്ഷ്യലൈസിങ് ബയോളജി ഇൻ ടേംസ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് അപ്ലൈ ഇൻഫർമാറ്റിക്സ് ടെക്നിക്സ്. ഇൻഫർമാറ്റിക്സ് ടെക്നിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി മാത്തമാറ്റിക്സ് ആയിരിക്കാം, കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം, ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓർഗനൈസ് ഇൻഫർമേഷൻ അസോസിയേറ്റഡ് വിത്ത് ദ മോളിക്യൂൾസ് ഓൺ എ ലാർജർ സ്കെയിൽ. അതായത് നമുക്ക് പല ടെക്നിക്സ് ഉണ്ടാവും, മാത്സിലായിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പം അൽഗോറിതംസ് അല്ലെങ്കിൽ ടൂൾസ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവരിൽ നിന്നും ഈ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ മോളിക്യൂൾസിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിന് ഓൺ എ ലാർജ് സ്കെയിൽ വി ക്യാൻ ടേം ഇറ്റ് എസ് ബയോ ഇൻഫർമാറ്റിക്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്, മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടിംഗ് മെത്തേഡ്സ് ദാറ്റ് എയിം ടു സോൾവ് ബയോളജിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ബയോളജിക്കൽ പ്രോബ്ലംസിനെ നമ്മൾ കമ്പ്യൂട്ടേഷൻസ് വഴി സോൾവ് ചെയ്യുന്നതിനെയും ബയോ ഇൻഫർമാറ്റിക്സ് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു, രണ്ടാമത്തെ പറഞ്ഞു, മൂന്നാമത്തേത് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് പഠിക്കാം, എന്നിട്ട് നമുക്ക് എക്സാമിൽ ചോദിക്കുമ്പോഴത്തേനും നമുക്കത് എഴുതി വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഈ സൈഡിലൊരു ഡയഗ്രാം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബയോളജിസ്റ്റ്, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആൻഡ് ബയോ ഇൻഫർമാറ്റീഷ്യൻസ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ബയോളജിസ്റ്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ബയോളജിയാണ്. അവരെന്താണ് ചെയ്യുന്നത്? മോളിക്യുലർ ഡേറ്റയും DNA, പ്രോട്ടീൻ സീക്വൻസസിനെയൊക്കെ അവർ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കളക്ഷനാണ് ഇവിടെ വരുന്നത്. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ടൂൾസ്, അൽഗോറിതം, സോഫ്റ്റ്വെയർസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈ? ടു സോൾവ് എ പ്രോബ്ലം. സോൾവ് എ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേനും നമുക്കത് എന്തെങ്കിലും ആകാം. ലെറ്റ് us take here അനാലിസിസ് ഓഫ് ഡേറ്റ. ഓക്കെ, ഈ രണ്ടെണ്ണത്തിൻ്റെയും കോമ്പിനേഷനാണ് ബയോ ഇൻഫർമാറ്റീഷ്യൻസിൽ വരുന്നത്. അതായത് ബയോളജിക്കൽ ഈ ഒരു കളക്ഷനിൽ നിന്നും ഈ ഒരു മോളിക്യൂൾസിനെ പഠിച്ച് വി ക്യാൻ ആൻസർ ദ ബയോളജിക്കൽ ക്വസ്റ്റ്യൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡേറ്റ. അതാണ് ബയോളജിസ്റ്റ്, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആൻഡ് ബയോ ഇൻഫർമാറ്റീഷ്യൻസിൻ്റെ റോൾസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടേഷണൽ ബയോളജി. കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറയുന്നത് ബേസിക്കലി ഡേറ്റ അനലിറ്റിക്കലും തിയറിറ്റിക്കൽ മെത്തേഡ്സിൻ്റെ ഡെവലപ്മെൻറ്റും ആപ്ലിക്കേഷനുമാണ്. എന്തിനാണ്? നമ്മളുടെ ബയോളജിക്കൽ സോഷ്യൽ സിസ്റ്റത്തിനെ പഠിക്കാനായിട്ട്. നമുക്കറിയാം നമ്മളുടെ ബയോളജിക്കൽ സിസ്റ്റംസിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. ബയോ ഇൻഫർമാറ്റിക്സിന് മെയിൻലി 2 ഗോൾസാണുള്ളത്. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു ലിവിങ് സെല്ലിനെ മനസ്സിലാക്കുക, അതായത് അവരുടെ ഫങ്ഷണാലിറ്റീസിനെ, മോളിക്കുലർ ലെവലിലുള്ള അവരുടെ ഫങ്ഷണാലിറ്റീസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രഥമ ഗോൾ.
രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സെൽസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ ഇവർക്ക് ഫങ്ഷണലായിട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രോബ്ലംസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സീക്വൻസസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്കൊരു DNA സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു DNA സീക്വൻസ് എങ്ങനെയാണ്? GTAC GTAC. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഈ ഒരു സംഭവം ഇതിന് പകരം എനിക്ക് വേറെ ഏതെങ്കിലും A ആണ് വന്നേ എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എലമെൻറ്റ് മാത്രം മാറിയിരിക്കുന്നത് കൊണ്ട് എനിക്കെൻ്റെ DNAയിൽ ഇഷ്യൂസ് വരാം. ഓക്കെ, ഡിസീസ് വരാം, ക്യാൻസർ വരാം, അങ്ങനെ പല കാരണങ്ങളാൽ എനിക്ക് പ്രോബ്ലംസ് വരാം. അത് ഫങ്ഷനാലിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഉറപ്പായിട്ടൊരു ഡിസീസ് വരുമ്പം നമ്മൾ നോർമലായിട്ടായിരിക്കില്ല ഫങ്ഷൻ ചെയ്യുക. സോ അതിൻ്റെ ഒരു വേറൊരു എക്സാമ്പിളാണ് ഫങ്ഷൻസ് ബൈ പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസിനെ ഇവരുടെ സീക്വൻസ് ആണല്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഫങ്ഷനാലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസിനെ കണ്ടുപിടിക്കാനായിട്ടും ബയോ ഇൻഫർമാറ്റിക്സ് കൊണ്ട് സാധിക്കും. ബയോ ഇൻഫർമാറ്റിക്സ് 2 ഫീൽഡിലായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. ഒന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ടൂൾസും പിന്നെ ആപ്ലിക്കേഷൻ ഇൻ ജനറേറ്റിംഗ് ബയോ നോളജ്. 3 ഏരിയാസിൽ നമുക്ക് ബയോ ഇൻഫർമാറ്റിക്സ് ഡിവൈഡ് ചെയ്യാം. മോളിക്യുലാർ സീക്വൻസ് അനാലിസിസ്, മോളിക്യുലാർ സ്ട്രക്ചർ അനാലിസിസ്, മോളിക്യുലാർ ഫങ്ഷണൽ അനാലിസിസ്. അവരുടെ സീക്വൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു DNA. ഓക്കെ, DNAക്ക് ഒരു സീക്വൻസ് ഉണ്ട്, GTAC GTAC. ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ സീക്വൻസിൽ ഒരു ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ C മാറി എനിക്കിവിടെ A വന്നെന്ന് വിചാരിക്കും. ഇവിടെ എനിക്ക് ഈ ഒരു സീക്വൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ പറ്റുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് DNA ആണ് എൻ്റെ ഫൈനൽ പ്രോട്ടീൻ ആവുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ഫങ്ഷനാലിറ്റി പ്രോബ്ലംസ് കാണും. ഫങ്ഷനാലിറ്റി സ്ട്രക്ചറിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പം സീക്വൻസ് കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നോ സ്ട്രക്ചർ കാരണം എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോയെന്നോ ഫങ്ഷനാലിറ്റീസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബയോ ഇൻഫർമാറ്റിക്സ് സഹായിക്കും. മോളിക്യുലർ സീക്വൻസ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇതിൽ വരുന്നത് ജിനോം കമ്പാരിസൺ, ഫൈലോജനി, മോട്ടീവ് ഡിസ്കവറി പോലത്തെ കാര്യങ്ങളാണ്. മോളിക്യുലർ സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിക് ആസിഡിൻ്റെ പ്രോട്ടീൻ്റെ ഒക്കെ സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പം പ്രോട്ടീൻ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് പാത്വേ മോഡലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം പഠിച്ചു വെക്കണം എന്നല്ല, ഇത്ര ഏരിയാസാണ് നമ്മളുടെ ബയോ ഇൻഫർമാറ്റിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡ്രഗ് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ മോളിക്കുലർ സീക്വൻസ് ആയിക്കോട്ടെ, സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, ഈ ഒരു ഡ്രഗിനെ ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു തലവേദനയുണ്ട്, എനിക്കൊരു ഹെഡേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെഡേക്ക് കോസ് ചെയ്യുന്ന ഒരു റീസൺ എനിക്ക് ഇവിടുന്ന് കിട്ടി, പിന്നെ ഹോർമോൺ കാരണമാണ് എനിക്ക് ഹെഡേക്ക് വരുന്നത്. ജസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ എനിക്കിപ്പം ഒരു മെഡിസിൻ എനിക്ക് ഉണ്ടാക്കാം അല്ലേ. ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കുമ്പോഴത്തേനും എന്താണ് പറ്റുന്നത്? അപ്പം ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഞാനൊരു എലമെൻറ്റ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് വരുമ്പോഴത്തേനും ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയോ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഹെഡേക്ക് എന്നൊക്കെ പറയുന്നത് ഒരു എക്സാമ്പിളാണ്. പ്ലീസ് ഇത് കറക്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് കരുതരുത്. ഐ എം ജസ്റ്റ് ഗിവിങ് യു എ ബ്രീഫ്. അപ്പം ഇങ്ങനെ എനിക്ക് ഇവരെ ഒരു ഇഷ്യൂവിനെ എനിക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ എനിക്ക് ഇൻഹിബിറ്റ് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബയോളജിക്കൽ സീക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ സീക്വൻസ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവണം. അപ്പം അതിനാണ് ഡ്രഗ് ഡിസൈൻ ഇവിടെ ഒരു ആപ്ലിക്കേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഫോറൻസിക് DNA അനാലിസിസ് അല്ലേ, നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് DNAs എങ്ങനെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അഗ്രികൾച്ചറിൽ ഇപ്പം നമുക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം കൂടുതൽ ഈൽഡ് തരുന്ന ഒരു ക്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറൽ ബയോടെക്നോളജി യൂസ് ചെയ്യും. അതായത് ഡിസയേർഡ് ആയിട്ടുള്ള പ്ലാന്റ് കിട്ടാൻ വേണ്ടി നമുക്ക് സെൽസിൻ്റെ ഒരു കോമ്പിനേഷൻസ് മാറ്റി എടുത്ത് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ആപ്ലിക്കേഷനകത്ത് വരുന്നത്.